അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം, വർഷങ്ങളുടെ കഠിനാധ്വാനം, പഠനം, രാത്രികളിലെ ഉറക്കമില്ലായ്മ, അതിനെല്ലാം ഫലമുണ്ടാവുക എന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലി ലഭിക്കുന്ന നിമിഷമാണ്. അതും സമൂഹത്തിലെ ഏറ്റവും വലിയ പദവികളിലൊന്നായ ഡോക്ടർ എന്ന പദവിയിലേക്ക്. എന്നാൽ ആ നിയമന ഉത്തരവ് കൈപ്പറ്റാൻ വേദിയിലെത്തിയ ഒരു പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു യുവ ഡോക്ടർക്ക് നേരിടേണ്ടി വന്നത് അഭിനന്ദനങ്ങളായിരുന്നില്ല, മറിച്ച് പരസ്യമായ ഒരു അപമാനമായിരുന്നു. അതും ഒരു സംസ്ഥാനത്തിന്റെ നാഥനായ മുഖ്യമന്ത്രിയിൽ നിന്ന്. ഇന്നലെ ബീഹാറിൽ നമ്മൾ കണ്ട ആ ദൃശ്യം ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും, ഓരോ സ്ത്രീയുടെയും, പ്രത്യേകിച്ചും വിശ്വാസത്തിനൊപ്പം സഞ്ചരിക്കുന്നവരുടെയും ഉള്ളിൽ വലിയൊരു മുറിവാണുണ്ടാക്കിയത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ചാണ്. ഡോക്ടർ നുസ്രത്ത് പർവീൻ എന്ന സഹോദരിക്ക് നേരെയുണ്ടായ ആ കയ്യേറ്റത്തെക്കുറിച്ചാണ്. പാറ്റ്നയിലെ സംവാദ് ഹാൾ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയുഷ് ഡോക്ടർമാർക്ക് നിയമന ഉത്തരവ് നൽകുന്ന വേദി. തികച്ചും ഔദ്യോഗികമായ, സന്തോഷകരമായ അന്തരീക്ഷം. പേര് വിളിക്കുന്നു. യുനാനി ഡോക്ടറായ നുസ്രത്ത് പർവീൻ വേദിയിലേക്ക് കടന്നുവരുന്നു. അവർ തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള വസ്ത്രധാരണത്തിലാണ്. മുഖം മറച്ചുകൊണ്ട് തികഞ്ഞ മാന്യതയോടെയാണ് ആ പെൺകുട്ടി ആ വേദിയിൽ നിൽക്കുന്നത്. എന്നാൽ അവിടെ സംഭവിച്ചതെന്താണ്? ഒരു മുഖ്യമന്ത്രി, ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരാൾ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ഇതെന്താണ് എന്ന് ചോദിക്കുന്നു. ചോദിക്കുക മാത്രമല്ല, അവളുടെ സമ്മതമില്ലാതെ ആ വേദിയിൽ വെച്ച് നൂറുകണക്കിന് ആളുകളുടെയും ക്യാമറകളുടെയും മുന്നിൽ വെച്ച് അവരുടെ മുഖാവരണം അല്ലെങ്കിൽ നിക്കാബ് പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ നിമിഷം ആ സഹോദരി അനുഭവിച്ച മാനസികാവസ്ഥ എന്തായിരിക്കും? ചുറ്റുമുള്ളവർ ചിരിക്കുന്നു, അധികാരികൾ നോക്കി നിൽക്കുന്നു. ഒരു പെൺകുട്ടിയുടെ, ഒരു ഡോക്ടറുടെ വ്യക്തിപരമായ അതിരുകളെയാണ് അവിടെ ലംഘിക്കപ്പെട്ടത്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യമിതാണ്: ഒരു സ്ത്രീ എന്ത് ധരിക്കണം, എങ്ങനെ ധരിക്കണം എന്നത് തീരുമാനിക്കുന്നത് ആരാണ്? അതാ വ്യക്തിയുടെ തെരഞ്ഞെടുപ്പല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ഓരോ പൗരനും തങ്ങൾ വിശ്വസിക്കുന്ന മതം ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യക്തിസ്വാതന്ത്ര്യമെന്നത് മൗലികാവകാശമാണ്. പഠിച്ച് ഡോക്ടറായ ഒരു സ്ത്രീക്ക് താൻ എങ്ങനെ സമൂഹത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധിയും വിവേകവും ഇല്ലെന്നാണോ ഭരണകൂടം കരുതുന്നത്? നിക്കാബ് ധരിച്ചതുകൊണ്ട് അവരുടെ യോഗ്യത കുറഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. ആ വസ്ത്രത്തിനുള്ളിൽ വിന്നുകൊണ്ട് തന്നെയാണ് അവർ കഠിനമായി പഠിച്ചതും പരീക്ഷകൾ ജയിച്ചതും ഇന്ന് ആ നിയമന ഉത്തരവിന് അർഹയായതും. അറിവിനെയും കഴിവിനെയും ആദരിക്കേണ്ടുന്ന ഒരു വേദിയിൽ വസ്ത്രത്തിന്റെ അളവ് നോക്കി പരിഹസിക്കുന്നത് എത്രമാത്രം സാംസ്കാരിക ശൂന്യതയാണ്! പലപ്പോഴും കേൾക്കാറുള്ള ഒരു വിമർശനമുണ്ട്: പർദ്ദയും നിക്കാബും സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നു, അവരെ അടിച്ചമർത്തുന്നു എന്ന്. എന്നാൽ ഡോക്ടർ നുസ്രത്ത് പർവീനെപ്പോലുള്ളവർ ആ വാദത്തിനുള്ള മറുപടിയാണ്. നിക്കാബ് ധരിച്ചുകൊണ്ടുതന്നെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു. നിക്കാബ് ധരിച്ചുകൊണ്ടുതന്നെ അവർക്ക് രോഗികളെ ചികിത്സിക്കാൻ കഴിയും. ഇസ്ലാം നൽകുന്ന വസ്ത്രധാരണ രീതി, അത് സ്ത്രീയുടെ സുരക്ഷയ്ക്കും മാന്യതയ്ക്കും വേണ്ടിയുള്ളതാണ്. അത് അവളുടെ പുരോഗതിക്ക് തടസ്സമല്ല എന്ന് ഈ സഹോദരി തെളിയിച്ചു. എന്നാൽ പുരോഗമനവാദികളെന്ന് നടിക്കുന്നവർ, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ, ഒരു സ്ത്രീ അവളുടെ ഇഷ്ടപ്രകാരം മുഖം മറയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? അവളുടെ മുഖാവരണം മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നീക്കം ചെയ്യുന്നത് അവളുടെ ചോയ്സ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെയാണ്. മുഖ്യമന്ത്രിയുടെ ആ പ്രവൃത്തിയിലൂടെ നിങ്ങൾ പൊതുസമൂഹത്തിൽ വരണമെങ്കിൽ, സർക്കാർ ജോലി വേണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം മാറ്റിവെക്കണമെന്ന തെറ്റായ സന്ദേശമല്ലേ നൽകുന്നത്? ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളുടെയും രക്ഷകർത്താവാണ്. ആ രക്ഷകർത്താവിൻ്റെ സ്ഥാനം ചേർത്തു പിടിക്കാനുള്ളതാണ്, അപമാനിക്കാനുള്ളതല്ല. ആ വേദിയിൽ വെച്ച് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഈ വേഷത്തിൽ വന്ന ഇത്രയും പഠിച്ച നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൈകൾ നീണ്ടത് ആ തട്ടലിടിലേക്കാണ്. ഇത് വെറുമൊരു അബദ്ധമായി കാണാൻ കഴിയില്ല. ഇത് ന്യൂനപക്ഷങ്ങളോടും അവരുടെ ചിഹ്നങ്ങളോടുമുള്ള അധികാരവർഗത്തിൻ്റെ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. ആ വേദിയിൽ ഉയർന്ന ചിരികൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരു അപമാനിക്കപ്പെടുമ്പോൾ ചിരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയോ? പ്രിയപ്പെട്ടവരെ, ഡോക്ടർ നുസ്രത്ത് പർവീൻ എന്ന സഹോദരിയോട് നമുക്ക് പറയാനുള്ളതിതാണ്: സഹോദരി, താങ്കൾ തലകുനിക്കേണ്ടതില്ല. താങ്കൾ നേടിയ വിജയം വലുതാണ്. ആ വസ്ത്രധാരണം താങ്കളുടെ അവകാശമാണ്, അന്തസ്സാണ്. അധികാരികളോട് പറയാനുള്ളത്: ജനങ്ങളുടെ വസ്ത്രത്തിലല്ല, അവരുടെ പ്രശ്നങ്ങളിലാണ് നിങ്ങളുടെ ശ്രദ്ധ പതിയേണ്ടത്. വിശ്വാസികളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾ തിരുത്തപ്പെട്ടേ മതിയാകൂ.
നീതിക്കും ന്യായത്തിനും പരസ്പര ബഹുമാനത്തിനും വേണ്ടി നമുക്ക് നിലകൊള്ളാം. സർവശക്തൻ നമ്മെ സത്യത്തിന്റെ പാതയിൽ നയിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.